ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ചക്കപ്പഴം ഞാനിപ്പോൾ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. നല്ലോണം അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇടാൻ പോകണം. മിക്സിയിൽ അടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം പൊടി ഒരു കപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. പലഹാരത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടി പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ചെറു ജീരകം എടുത്തിട്ടുണ്ട്. ജീരകവും ഏലക്കായ പൊടിച്ചോടുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി വെള്ളം ഇത്തിരി ഒഴിച്ച് ഇത് നമുക്ക് മിക്സാക്കി എടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സാക്കി എടുക്കാം. ഈ പൊടിയൊക്കെ ഇട്ടപ്പോൾ ചക്കയുടെ മധുരം ഇത്തിരി കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ചുട്ടെടുക്കാം. അതുപോലെ കലക്കിയെടുക്കിയത് ഈ പാകമാണ് നമുക്ക് ആവശ്യം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം മൊരിയുമ്പോൾ നമുക്ക് അടുത്ത വശത്തേക്ക് മറിച്ചിടാം. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മറുവശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ചക്കക്കൂട്ടന്മാരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത്